വാട്ട് ഈസ് എ ഡേറ്റ മോഡൽ ആൻഡ് വാട്ട് ആർ ദി കാറ്റഗറീസ് ഓഫ് ഡേറ്റ മോഡൽസ്? ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ ഡേറ്റ മോഡൽ? എ ഡേറ്റ മോഡൽ ഇസ് എ കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ? നമ്മളിപ്പോൾ ടേബിൾസ് ആയിട്ടാണ് ഡേറ്റാബേസിനകത്ത് വാല്യൂസ് വെക്കുന്നത് അല്ലെങ്കിൽ ഡേറ്റ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടേബിൾസാണ് അതിനകത്തുള്ളത്, ഓരോ ടേബിളിലും എന്തൊക്കെ ഫീൽഡ് ഉണ്ട്, ഈ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ചേർത്തിട്ടാണ് നമ്മൾ ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂസറിന് ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുക എപ്പോഴും ഒരു ഡയഗ്രമായിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണ സമയത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇങ്ങനെ 2 ടേബിൾസ് ഉണ്ട്, ഈ 2 ടേബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 3 ടേബിൾസ് ഉണ്ട്, ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3 ആണെങ്കിൽ 1ഉം 2ഉം തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, 1ഉം 3ഉം തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഡയഗ്രമായിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയഗ്രമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡേറ്റ മോഡൽ ഡയഗ്രാം എന്നാണ് പറയുക. സോ അക്കോർഡിംഗ് ടു ദി ടൈപ്സ് ഓഫ് കോൺസെപ്റ്റ്സ് ദി യൂസ് ടു ഡിസ്ക്രൈബ് ദി database structure, the data models are categorized as high level or conceptual data model, low level or physical data model, and representational or implementation data model. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓർ കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ ദറ്റ് പ്രൊവൈഡ് കോൺസെപ്റ്റ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ദി വേ മെനി യൂസേഴ്സ് പെർസീവ് ഡേറ്റ. അതായത് നോർമലായിട്ടുള്ള യൂസേഴ്സ് ഡേറ്റേനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡേറ്റേനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡേറ്റേനെ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളൊരു കൺസെപ്ച്വൽ ഡേറ്റ മോഡലിനകത്ത് ഡേറ്റേനെ റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡേറ്റ മോഡൽ provide concepts that describes the details of how data is stored in the computer. കമ്പ്യൂട്ടറിൻ്റെ ഡിസ്ക് സ്റ്റോറേജിലായിരിക്കും സാധാരണ ഡേറ്റാബേസ് ഉണ്ടാവുക. അപ്പോൾ ഡിസ്കിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തത്, അപ്പോൾ അത് ഇപ്പോൾ ഒരു ടേബിളായിട്ടാണെങ്കിൽ ടേബിളിൻ്റെ ഓരോ ഫീൽഡിനും എന്താണ് ആ ഡിസ്കിൽ പേര് കൊടുത്തിട്ടുള്ളത്, ആ ഓരോ ഫീൽഡിൻ്റെയും ഡേറ്റ ടൈപ്പ് എന്താ, സൈസ് എന്താ, അങ്ങനെ എങ്ങനെയാണ് ഡേറ്റ ഫിസിക്കലി സ്റ്റോർ ചെയ്തത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡേറ്റ മോഡലാണ് ഫിസിക്കൽ ഡേറ്റ മോഡൽ അല്ലെങ്കിൽ ലോ ലെവൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ. ദെൻ റെപ്രസെൻറ്റേഷണൽ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ പ്രൊവൈഡ് കോൺസെപ്റ്റ്സ് ദാറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ബൈ ദി എൻഡ് യൂസേഴ്സ് ബട്ട് ആർ നോട്ട് ടു ഫാർ അവേ ഫ്രം ദി വേ ഡേറ്റ ഇസ് ഓർഗനൈസ്ഡ് വിത്തിൻ ദി കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു എൻഡ് യൂസറിന് അല്ലെങ്കിൽ സാധാരണ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ ആ കോൺസെപ്റ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഒരുപാട് ദൂരെ ഇരിക്കില്ല, കുറച്ചൊക്കെ എങ്ങനെയാണ് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ, അത് ഹൈ ലെവലിൻ്റെയും ലോ ലെവലിൻ്റെയും ഒരു ഇടയ്ക്ക് വരുന്ന ഒരു ഡേറ്റ മോഡലാണ് റെപ്രസെൻറ്റേഷണൽ ഡേറ്റ മോഡൽ. സോ കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ എന്താണെന്ന് നോക്കാം. യൂസ് കോൺസെപ്റ്റ്സ് സച്ച് ആസ് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഒരു കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻറ്റിറ്റി നോക്കാം. എൻറ്റിറ്റി റെപ്രസെൻറ്റ്സ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഓർ കോൺസെപ്റ്റ് ലൈക്ക് എംപ്ലോയി. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എംപ്ലോയി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് കോൺസെപ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എൻറ്റിറ്റി യൂസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഒരു റിയൽ വേൾഡിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മളൊരു ഡേറ്റാബേസിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ആ ഒരു പാർട്ട് ഓഫ് റിയൽ വേൾഡിനെ നമ്മൾ മിനി വേൾഡ് എന്ന് പറയും. അപ്പം മിനി വേൾഡിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറ്റിറ്റി യൂസ് ചെയ്യുക. അത് അല്ലെങ്കിൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യണത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഡേറ്റാബേസാണ് എടുക്കാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഡേറ്റാബേസിൽ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലെന്തായാലും ഒരു എംപ്ലോയി ഉണ്ടായിരിക്കും, എംപ്ലോയിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ കുറേ പ്രോജക്ട്സ് ഉണ്ടാവാം കമ്പനിയിൽ. അപ്പോൾ പ്രോജക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എംപ്ലോയി എന്ന് പറയുന്നത് റിയൽ വേൾഡ് ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എംപ്ലോയി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടെന്ന് പറയാം നമുക്ക്. അതുപോലെ പ്രോജക്റ്റ് എന്ന് പറയുന്നതും ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റിയൽ വേൾഡ് കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളൊരു പ്രോജക്റ്റ് എൻറ്റിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ Attributes represent some property of interest that describes an entity like name of the employee. നമുക്കറിയാം എംപ്ലോയി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻറ്റിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി
ദാറ്റ് ഡിസ്ക്രൈബ്സ് ദാറ്റ് എൻറ്റിറ്റി. ഇപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ഐ ഡി, എംപ്ലോയിയുടെ നെയിം, എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ആ എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ദെൻ റിലേഷൻഷിപ്പ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ അസോസിയേഷൻ എമംഗ് 2 or more എൻറ്റിറ്റീസ്. ഒന്നോ അതിൽ കൂടുതലോ എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു അസോസിയേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഡേറ്റ മോഡലിൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക്സ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് എ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ട്, പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഒരു എംപ്ലോയിനെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു എംപ്ലോയിയും പ്രോജക്റ്റും ഈ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓരോ എംപ്ലോയിയും ഈ പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ എംപ്ലോയിയും പ്രോജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ പേര് കൊടുക്കുകയാണ് വർക്ക് സോൺ. അപ്പോൾ ദർ ഇസ് എ വർക്ക് സോൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എൻറ്റിറ്റീസ് എംപ്ലോയി ആൻഡ് പ്രോജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സാണ് കൺസെപ്ച്വൽ ഡേറ്റ മോഡലിൽ യൂസ് ചെയ്യുക. എൻറ്റിറ്റി, കോൺസെപ്റ്റ്സ്, ദെൻ ആട്രിബ്യൂട്ട് ആൻഡ് റിലേഷൻഷിപ്പ്. ദെൻ ഈ പോപ്പുലർ ഹൈ ലെവൽ മോഡൽ ഇസ് ER മോഡൽ. ER മോഡൽ അല്ലെങ്കിൽ ER ഡയഗ്രാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ER മോഡൽസ് വെച്ചിട്ടാണ് നമ്മൾ, അത് മാത്രമല്ല അതൊരു കൺസെപ്ച്വൽ ഡേറ്റ മോഡലാണ്. അപ്പോൾ ER മോഡലിനൊരു എക്സാമ്പിൾ കാണിക്കാം. ER മോഡൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ ER ഡയഗ്രാം എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റി, ദെൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി, ഇങ്ങനെ രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. ഈ എൻറ്റിറ്റീസിൻ്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഷേപ്സാണ് ER ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്നത്. എംപ്ലോയി എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് 4 ആട്രിബ്യൂട്ട്സ്, ID, നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് 3 ആട്രിബ്യൂട്ട്സ്, പ്രോജക്റ്റ് നമ്പർ, നെയിം ആൻഡ് ലൊക്കേഷൻ. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിങ്ങനെ റോംബസ് വെച്ചിട്ടാണ് ER ഡയഗ്രത്തിൽ പറയുക. എംപ്ലോയി ആൻഡ് പ്രോജക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ പേര് കൊടുത്തതാണ്. സോ ദർ ഇസ് എ റിലേഷൻഷിപ്പ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നത്. അതിൻ്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞ് വർക്ക്സ് ഓൺ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കൺസെപ്ച്വൽ ഡേറ്റ മോഡൽ വരയ്ക്കുക. അപ്പോൾ അത് ER ഡയഗ്രാം വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടേബിൾസ്, ഓരോ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഓരോ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഒക്കെ എടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് പറയാം ഇത് എംപ്ലോയി ടേബിളാണ്. ദർ ഇസ് അനദർ ടേബിൾ കോൾഡ് പ്രോജക്റ്റ്. ഈ രണ്ട് ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഡേറ്റ മോഡലിൽ വരയ്ക്കുക. Then next is representational data model. Representational data models are used most frequently in commercial DBMSs. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷണൽ ഡേറ്റ മോഡൽസാണ്. Representational data model includes relational data model, network data model and hierarchical data model. ഈ മൂന്നെണ്ണം, റിലേഷണൽ, നെറ്റ്വർക്ക് ആൻഡ് ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ, ഇത് മൂന്നും റെപ്രസെൻറ്റേഷണൽ ഡേറ്റ മോഡൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഡേറ്റ മോഡൽസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഡേറ്റ മോഡലാണ്, റെപ്രസെൻറ്റേഷൻ ഡേറ്റ മോഡലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയണില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഓരോരോ ഇപ്പോൾ നമ്മൾ റിലേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ടേബിൾസ് ആയിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടേബിൾസ് എന്തൊക്കെയാണ്, ആ ടേബിൾസിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഈ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ഇപ്പോൾ ഒരു റിലേഷണൽ ഡേറ്റ മോഡലാണെങ്കിൽ അവിടെ പ്രൈമറി കീ, ഫോറിൻ കീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റിലേഷൻഷിപ്പുകളൊക്കെ കീപ്പ് ചെയ്യണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റെപ്രസെൻറ്റേഷണൽ ഡേറ്റ മോഡലിൽ പറയും. നമ്മൾ ആ റിലേഷണൽ ഡേറ്റ മോഡൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന സമയത്ത് അത് മനസ്സിലാവും. ദേ റെപ്രസെൻറ്റ് ഡേറ്റ ബൈ യൂസിങ് റെക്കോർഡ് സ്ട്രക്ചേഴ്സ്, ഹെൻസ് ആർ സംടൈംസ് കോൾഡ് റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡൽസ്. അപ്പോൾ റെക്കോർഡ് സ്ട്രക്ചേഴ്സാണ് ഈ 3 ഡേറ്റ മോഡലിനകത്ത് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അവർ റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡൽസും കൂടെ പറയും നമ്മൾ റെപ്രസെൻറ്റേഷൻ ഡേറ്റ മോഡലിന്. Then physical data models. Physical data model describe how data is stored as files in the computer by representing information such as record frames, record orderings and access points. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഡേറ്റ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ റെക്കോർഡ് ഫോർമാറ്റ് എന്താണ്, റെക്കോർഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓരോ റെക്കോർഡിനും അതിനകത്ത് വരുന്ന ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും പേര് എങ്ങനെയാണ് ഫിസിക്കൽ മീഡിയത്തിൽ സ്റ്റോർ ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേരെന്താണ്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്. ഇപ്പോൾ എംപ്ലോയി ID-ക്ക് ഇപ്പോൾ EID എന്നൊരു പേരാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ സപ്പോസ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് വാർക്കാറാണ്.
വാർക്യാർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഒക്കെ വരാവുന്ന ഒരു ഫീൽഡാണ് എംപ്ലോയി ID. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ഫീൽഡിൻ്റെയും സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, ദെൻ റെക്കോർഡ്സിന് എന്തെങ്കിലും ഓർഡറിങ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ആക്സസ് പാത്ത് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആയിരിക്കും ഫിസിക്കൽ ഡേറ്റ മോഡൽ ഉണ്ടാവുക. അപ്പോൾ ആക്സസ് പാത്ത് എന്താണെന്ന് നോക്കാം. ആക്സസ് പാത്ത് ഇസ് എ സ്ട്രക്ചർ ദാറ്റ് മേക്സ് ദി സെർച്ച് ഫോർ എ പെർട്ടിക്കുലർ ഡേറ്റാബേസ് റെക്കോർഡ് എഫിഷ്യൻറ്റ്. ഒരു ഡേറ്റാബേസ് റെക്കോർഡിൻ്റെ സെർച്ചിങ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആക്സസ് പാത്ത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡേറ്റാബേസിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ പറയുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ID, ഇപ്പോൾ 101 എന്നുള്ള എംപ്ലോയി ID ഉള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് വേണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ 101 എന്ന് പറഞ്ഞ എംപ്ലോയിയുടെ ഡീറ്റെയിൽസിലേക്ക് എത്തുക, DBMS എങ്ങനെയാണ് അതിനെ ആക്സസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ആക്സസ് പാത്തുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ആ ഫിസിക്കൽ സ്റ്റോറേജും അതിൻ്റെ ആക്സസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഫിസിക്കൽ ഡേറ്റ മോഡലാണ്. അപ്പോൾ നമ്മളൊരു ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ കോൺസെപ്ച്വൽ ഡേറ്റ മോഡലായിരിക്കും ഡിസൈൻ ചെയ്യുക. വെച്ചാൽ ഇന്ന എൻറ്റിറ്റീസൊക്കെ ഉണ്ട്, അവർ നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിനുശേഷം അതിനകത്തുനിന്ന് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഡേറ്റ മോഡലിലേക്ക് വരും. അത് റിലേഷണലായിട്ടോ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ആ ഒരു ഡേറ്റ മോഡലിലേക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അതിന് ശേഷമാണ് അതിന് ആക്ച്വൽ സ്റ്റോറേജിലേക്ക് നമ്മൾ വരിക. ഫിസിക്കലി അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഡിസൈനിലേക്ക് വരിക. അപ്പോൾ ഇത്രയും 3 ടൈപ്പ് ഓഫ് ഡേറ്റ മോഡൽസാണ് വരുന്നത്. ടൈപ്സ് എന്നല്ല പറഞ്ഞത്, നമ്മളതിനെ ഇപ്പോൾ പറഞ്ഞത് കാറ്റഗറീസ് ഓഫ് ഡേറ്റ മോഡൽസാണ്. ദെൻ ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാറ്റഗറിയുടെ അകത്തും വീണ്ടും ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസെപ്ച്വൽ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഡയഗ്രാം അല്ലെങ്കിൽ മോഡൽ പറഞ്ഞു. ദെൻ റെപ്രസെൻറ്റേഷനിൽ പറയുമ്പോൾ റിലേഷണൽ ഹൈറാർക്കിക്കൽ നെറ്റ്വർക്ക് ഒക്കെ പറഞ്ഞു. അതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.